ഹായ് ഹലോ. ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതിന് ഞങ്ങളുടെ നാട്ടിൽ മധുരക്കിഴങ്ങെന്നും ചക്കരക്കിഴങ്ങെന്നൊക്കെയാണ് ഇതിന് പറയുക. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുക? എന്നും രാത്രി ചോറാണല്ലോ കഴിക്കാറ് ഞാൻ. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡിന്നർ നല്ല മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാക്കിയാലോ എന്നായിരുന്നു ആലോചന. അമ്മോട് പറഞ്ഞു. അപ്പോൾ അമ്മ അത് പുഴുങ്ങി തന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഡിന്നറിന് നല്ല മധുരക്കിഴങ്ങാണ്. ഇത് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ, അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ മറ്റേ തൊപ്പക്കിഴങ്ങ്, പൂളക്കിഴങ്ങ് അതൊക്കെ നമ്മൾ പുഴുങ്ങി കഴിക്കില്ല. അതൊക്കെ കഴിക്കുമ്പോൾ ഇവിടെ നല്ല ഉള്ളിയും ചീനമുളകൊക്കെ ഇട്ട ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിക്കാറ്. ഈ മധുരക്കിഴങ്ങിന് അത്യാവശ്യം മധുരം ഉള്ളത് കൊണ്ട് ചമ്മന്തിയുടെ ആവശ്യം ഇല്ലയെന്ന് തോന്നി. അപ്പോൾ നല്ല ചൂട് കട്ടൻ ചായയും. ഈ തൊപ്പക്കിഴങ്ങും പൂളക്കിഴങ്ങും മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങുമ്പോൾ പാൽ ചായ, ആ കോമ്പിനേഷൻ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമില്ല. എല്ലാവർക്കും നല്ല ചൂട് കട്ടൻ ചായയാണ് ഇഷ്ടം. കുറച്ചൊരു ചൂടുണ്ട് കേട്ടോ, അതാണ് പൊട്ടിക്ക് എത്ര പണി. കഴിച്ചു നോക്കി, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നല്ല മധുരക്കിഴങ്ങും കട്ടൻ ചായയും. പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ, എൻ്റെ വീഡിയോസ് കാണുന്ന ആരും ലൈക്കും ചെയ്യാറില്ല, സബ്സ്ക്രൈബും ചെയ്യാറില്ല. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ? എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.